ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കറിവേപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയാൻ പോകുന്നത് കറിവേപ്പിനെ പറ്റിയാണ്. കറിവേപ്പില്ലാത്ത ഒരു വീടും ഇല്ല കേട്ടോ. എല്ലാവർക്കും കറിവേപ്പ് വീട്ടമ്മമാരാണെങ്കിലും അല്ലാതെ ആരാണെങ്കിലും നമുക്ക് കറികളിൽ കറിവേപ്പില ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്നതോ ഒരുപാട് കുറവുള്ള പോലെ തോന്നാറുണ്ട്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കറിവേപ്പില മൊത്തം വിഷാംശമാണ് ചേർന്നേക്കുന്നത്. അപ്പം നമ്മൾ വീടുകളിൽ കറിവേപ്പ് നടാത്തവരാരുമില്ല. എവിടുന്നേലും ഒരു തൈ കിട്ടിയാൽ നമ്മളത് കൊണ്ടുവന്ന് നടുക തന്നെയല്ല. ചിലപ്പോൾ അത് പിടിക്കും, ചിലപ്പോൾ അത് പിടിക്കുകയില്ല. അങ്ങനെയൊക്കെയാണ് വരുന്ന കറിവേപ്പിൻ്റെ കാര്യം. കറിവേപ്പ് പിടിച്ച് കിട്ടിയാൽ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ കറിവേപ്പ് വീട്ടിൽ നടുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നടുന്നതും പിന്നെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരും അത് വ്യക്തമായിട്ട് ആരുമല്ല ചിലരൊക്കെ വ്യക്തമായിട്ട് കേൾക്കാതെ നിങ്ങൾ കുറച്ച് കണ്ടതിന് ശേഷം പിന്നെ അല്ലെങ്കിൽ ആ തമ്മനയിൽ കണ്ടിട്ടായിരിക്കും അത് കണ്ടിട്ടും വന്ന് കമൻറ്റ് ചെയ്തവരുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടേച്ച് നിങ്ങൾ അഭിപ്രായം പറയുക കേട്ടോ. കാര്യം ഒത്തിരി ലെങ്ത് ഉള്ള വീഡിയോസ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഒരു ഇച്ചിരി കാണാനുള്ള സമയത്തിനുള്ള വീഡിയോസൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് കറിവേപ്പിനെ പറ്റി പറയാം. കറിവേപ്പ് നമ്മുടെ വീടിൻ്റെ വളപ്പിൽ നടുന്നത് നമുക്ക് ഓരോ സ്ഥാനങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മൾ നടുവാണെങ്കിൽ യാതൊരു ദോഷവുമില്ല കറിവേപ്പ് നടുന്നതിന്. കറിവേപ്പ് നമ്മൾ വീടിനോട് ചേർത്ത് വെക്കാതിരിക്കുക, അത് ഭയങ്കര ദോഷമാണെന്നാണ് പറയുന്നത്. വീടിനോട് ചേർത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഇച്ചിരി അകലം, ഒരു 10 അടിയെങ്കിലും അകലത്തിൽ വേണം കറിവേപ്പ് നടാനായിട്ട്. അല്ലാതെ കറിവേപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് പറിക്കാവുന്ന രീതിയിൽ നിങ്ങൾ നട്ടു വെക്കരുത്. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറവശത്തൊക്കെ സ്ഥലങ്ങളൊക്കെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് പറമ്പുണ്ടെങ്കിൽ പറമ്പിലോട്ട് നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കറിവേപ്പ് അങ്ങനെ വീടിൻ്റെനോട് ചേർന്ന് നമ്മൾ നടാൻ പാടില്ല. പിന്നെ നമ്മുടെ കിണറിനോട് ചേർന്ന് കറിവേപ്പ് നടാൻ പാടില്ലെന്നാണ് പറയുന്നത്. കിണറിനോട് ഇതിന് എന്തോ വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വേരിലൂടെ വിഷാംശം വരുന്നു അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനെയും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കിണറിൻ്റെ സൈഡിൽ കറിവേപ്പ് നടല്ലെന്ന് പറയുന്നതെന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കറിവേപ്പ് നമ്മൾ വീട്ടിൽ നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടുന്നേലും അത് ആരെങ്കിലും തരുവാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ നഴ്സറിയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കുക. അതല്ല നമുക്കറിയാവുന്ന ആരെങ്കിലും തൈകൾ തരുവാണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തൈ തരുമ്പോഴത്തേക്ക് നിങ്ങൾ 1 രൂപയെങ്കിലും അവർക്ക് കൊടുത്തതിന് ശേഷം ഈ തൈ മേടിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ദാനമായിട്ട് നമ്മൾ കറിവേപ്പിൻ്റെ തൈ മേടിക്കരുതെന്നാണ് പറയുന്നത്. അത് നമ്മൾ മേടിക്കുന്നത് നമുക്കും ദോഷമാണ്, തരുന്ന അവർക്കും ദോഷമാണെന്നാണ് പറയുന്നത്. മിക്കയിടത്തും അങ്ങനെയാണ്. കറിവേപ്പ് ആരെങ്കിലുമൊക്കെ നമ്മൾ തൈകൾ തരുന്നതാണ് നമ്മൾ കൂടുതലും തരുന്നത്. അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. 1 രൂപയെങ്കിലും നമ്മൾ അവർക്ക് കൊടുത്തതിന് ശേഷമേ ആ തൈ നമ്മൾ മേടിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ കറിവേപ്പ് തൈ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ നടുന്നതിൻ്റെ രീതിയുണ്ട്. ഈ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഞാൻ പറയുന്നതാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമല്ല, വേറെ ആൾ പറഞ്ഞുള്ള അറിവോ ഒന്നുമല്ല. എൻ്റെ അനുഭവത്തിലൂടെ തന്നെ പറയുന്നൊരു കാര്യമാണ്. കറിവേപ്പ് നമ്മൾ തൈ കൊണ്ടുവന്നാൽ വീട്ടിൽ നമ്മൾ നടുന്നത് നമ്മൾ വീട്ടിലുള്ളവർ നടാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് അടുത്തുള്ള ആരെങ്കിലും വിളിച്ച് നടുവോ, നമ്മുടെ വീട്ടിലുള്ളവർ നടാതെ നമ്മുടെ ബന്ധുക്കാരൊക്കെ അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടാണ് വിളിച്ച് നമുക്ക് നടിയിക്കുക. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആരും അത് നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ വീട് മാറിപ്പോകുമെന്നാണ് പറയുന്നത്. വീട് മാറി നമ്മൾ വേറെ പോകുന്നതാണ്. പിന്നെ ചിലർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വീട് ഇട്ടപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാർ പറഞ്ഞു അവരുടെ വീട്ടിൽ കറിവേപ്പ് നട്ടു, നല്ലപോലെ ആർത്തു വന്നു, ഒരിടത്തും മാറിപ്പോയില്ല, അവർ താമസിക്കുന്ന വീട് ഒന്നും കൂടെ വലുതാക്കിയെന്ന് പറഞ്ഞു. അതും ഇതിനൊരു കാരണമുണ്ട്. നമ്മളിത് പറയുമ്പോൾ ചിന്തിക്കണം, ആ വീട്ടിൽ നിന്നേക്കലും മാറാതെ നമുക്ക് ആ വീട് പണി നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട് നമുക്ക് വിറ്റ് പോകുന്നില്ല. ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും അതിൻ്റെ അനുഭവങ്ങൾ വരുന്നത്. ചിലർ ആ വീട് വിറ്റായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ചിലർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അതിനേക്കാൾ നല്ലൊരു വീട്ടിലേക്കായിരിക്കും പോകുന്നത്. ചിലപ്പം ആ വീട് തന്നെ നമ്മളൊന്ന് പുതുക്കി പണിയുമായിരിക്കും ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ കറിവേപ്പ് നട്ടാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. മാറിയിച്ച് പിന്നെ നമ്മൾ ആ വീട്ടിലോട്ട് താമസിക്കണമെങ്കിൽ അത് ആ പഴയ വീടല്ല, പുതിയ വീട്ടിലേക്കാണ് നമ്മൾ താമസിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ചിലരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് അനുഭവങ്ങളുണ്ടാകുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് അനുഭവം ഉണ്ടായെന്നു വെച്ചാൽ ഞങ്ങൾ നേരത്തെ താമസിച്ച വീട്ടിൽ അതെനിക്ക് അറിയില്ലായിരുന്നു അന്ന് കറിവേപ്പ് നട്ടാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന്. കാര്യം ഞാൻ തന്നെയാണ് എന്നെ കൊണ്ടുവന്നാലും വീട്ടിൽ നട്ടു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ കറിവേപ്പ് ഞാൻ നട്ടു വെച്ചപ്പോഴത്തേക്ക് ആ കറിവേപ്പ് നല്ലപോലെ നാർത്ത് കിളുത്ത് കയറി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് മാറേണ്ടി വന്നു. ഞങ്ങൾ വേറെ വീട്ടിലോട്ട് മാറി. അന്നേരമാണ് ആ വീടിൻ്റെ മുറ്റത്ത് കറിവേപ്പ് നിൽക്കുന്നത് കണ്ടുകൊണ്ട് എന്നോട് ഒരാൾ ചോദിച്ചു, ഇത് ആര് നട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ നട്ടാന്ന് പറഞ്ഞത്. ആ ആളാണ് എന്നോട് പറയുന്നത് കറിവേപ്പ് വീട്ടിൽ നടരുത്, നമ്മൾ വീട്ടിലുള്ളവർ നടരുത്, നമ്മൾ ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം ഞങ്ങൾ ആ മാറിയ വീടെന്ന് പറഞ്ഞാൽ ആ വീട് ഞങ്ങൾക്ക് വാങ്ങിക്കാനായിരുന്നു. പക്ഷേ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ആ വീട് വാങ്ങിക്കാനായിട്ട്. ആ വീട് എനിക്ക് ഒട്ടും
ഒരു ശകലം പോലും താല്പര്യമില്ല ആ വീട് മേടിക്കണമെന്നുള്ളത്. അപ്പം അന്നേരം തന്നെ അവിടെ ഞാൻ മനഃപൂർവ്വം നട്ടു വെച്ചു. കാര്യം ഇത് പറഞ്ഞ സത്യമാണോ ഇല്ലയോ നമുക്കൊന്ന് അറിയണമല്ലോ എന്ന് ഓർത്തുകൊണ്ട്. നമ്മൾ മലയാളികൾ അങ്ങനെ പൊതുവെ അങ്ങനെയാണല്ലോ, നമുക്കൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മളത് അനുഭവത്തിലൂടെ നമ്മളത് പഠിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരാൾ പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു രീതിയല്ല. ഞാനും കൂടുതൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്കൊരു കാര്യം അനുഭവം ഉണ്ടായാൽ മാത്രമേ ഞാനത് വിശ്വസിക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പം അവിടെ ഞാനൊരു കരിയാപ്പിൻ്റെ തൈ നട്ടു വെച്ചത് ആ കറിവേപ്പ് ഇതുപോലെ നല്ലപോലെ ഒന്ന് ആർത്ത് കിളുത്ത് കയറി വന്നപ്പോഴാണ് ഞങ്ങളൊരു വീട് വെക്കുന്നതിനെ പറ്റി തീരുമാനിച്ചത്. ആ വീട് മേടിക്കേണ്ട, വേറെ വീട് വെക്കാം എന്നതിനെ തീരുമാനിച്ചത്. അതാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ വീട് കേട്ടോ. ഈ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രതീക്ഷയില്ലാതെ പെട്ടെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനിച്ച് ഞങ്ങൾ പണിയാൻ തീരുമാനിച്ചൊരു വീടാണ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ പിന്നെ കരിവേപ്പ്, അത് അനുഭവം വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്കത് വിശ്വാസമായി. ഇവിടെ ഞാൻ കറിവേപ്പ് നട്ടിട്ടുണ്ട്, പക്ഷേ ഞാനായിട്ട് നട്ടിട്ടില്ല. നമ്മുടെ പഴയ വീട് വാടകയ്ക്ക് എടുത്തേക്കാണ്. അവിടെ താമസിക്കുന്ന കൊച്ചിനെ വിളിച്ചാണ് ഞാൻ എല്ലാ പ്രാവശ്യവും കരിവേപ്പ് കിട്ടുമ്പോൾ നടിയിക്കുന്നത്. അതിന് മുന്നേയും ഞങ്ങൾ ഇവിടെ സംബന്ധിച്ച് ഞാൻ ചേട്ടനോട് പറഞ്ഞു കറിവേപ്പ് നമുക്ക് നടണ്ട, വേറെ ആരെ കൊണ്ടെങ്കിലും നടിയിക്കാന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ അന്ധവിശ്വാസമാണ് അതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അച്ഛനെ കൊണ്ടും കണ്ണനെ കൊണ്ടും എല്ലാവരും ആളാൻ പ്രതി നട്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഇതുവഴി ഈ പത്രം ഇടുന്ന ചേട്ടൻ ചേട്ടൻ ഇടിച്ചത് ചേട്ടനോട് തന്നെ വെച്ചത് ആരെ കൊണ്ടാണ് നടിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് പിള്ളേരെ കൊണ്ട് കറിവേപ്പ് പറിക്കുക. അന്നേരം തന്നെ ചേട്ടൻ പറഞ്ഞു കറിവേപ്പ് പറിച്ച് കള, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. പിള്ളേരെ കൊണ്ട് നിങ്ങൾ വീട്ടിലുള്ളൊരു നടല് വേറെ ആരെ കൊണ്ടെങ്കിലും നടിയിക്കാൻ പറഞ്ഞു. അന്നേരം വിശ്വാസമായി. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾ വീട്ടിൽ കറിവേപ്പ് നമ്മൾ തന്നെ നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചിലപ്പോൾ ഗുണവും ആയേക്കാം ദോഷവും ആയേക്കാം ആ ഒരു കാര്യത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത്, ചിലപ്പോൾ നമ്മുടെ നല്ല സമയമാണെങ്കിൽ നമുക്കത് ഗുണമാണ് കിട്ടുന്നത്, നമ്മുടെ മോശം സമയമാണെങ്കിൽ നമുക്കത് ദോഷമേ സംഭവിക്കത്തുള്ളൂ. അത് ഉറപ്പാണ്. കാര്യം എൻ്റെ മൂത്ത ആങ്ങളെ വീട് ഒക്കെ മേടിച്ച് അവിടെ താമസമൊക്കെ തുടങ്ങിയ സമയത്ത് പുള്ളി ഇതുപോലെ കറിവേപ്പൊക്കെ ആർത്ത് കിളിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ. ആ വീട് അവർ വിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ നമുക്ക് ഇത് ചിലർക്ക് ഗുണവും ദോഷവും സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അങ്ങ് പോകും, മോശമാണെങ്കിൽ നമുക്ക് മോശമായിട്ടേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിലുള്ളൊരു കറിവേപ്പ് നടാതിരിക്കുക. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക കേട്ടോ. അല്ലാതെ കറിവേപ്പ് വീട്ടിൽ നട്ടാൽ ഭയങ്കര ദോഷമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചില മരങ്ങൾ നമ്മൾ വീട്ടിൽ നടുന്നത് നമ്മൾ തന്നെ നടല്ലെന്ന് പറയുന്ന സത്യങ്ങളാണ്. പിന്നെ കറിവേപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കറിവേപ്പ് നമ്മൾ നടുന്നത് വീടിൻ്റെ ഇനി കരിവേപ്പ് നടുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. ചിലർ കറിവേപ്പെന്നും കരിവേപ്പെന്നും ഒക്കെ പറയാറുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കാണ് പറയുന്നത്. കറിവേപ്പെന്നോ തന്നെ പറഞ്ഞൊരു സാധനം ഒന്നും തന്നെ വേപ്പെന്നൊക്കെ ചിലടത്ത് പറയാറുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൂടുതലും കറിവേപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കരിയാപ്പ് എന്ന് പറയും ചിലടത്ത്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം കറിവേപ്പ് നമ്മൾ നടുന്നത് വീടിൻ്റെ തെക്ക് വശത്ത് നമുക്ക് നടാൻ നല്ലതാണ്. തെക്ക് വശത്ത് നമുക്ക് എന്തോരം വേണേലും കറിവേപ്പ് നടാം, യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും നമുക്ക് ഇഷ്ടം പോലെ നടാൻ പറ്റുന്നതാണ്. പടിഞ്ഞാറ് വശത്ത് നമ്മൾ നട്ടാലും യാതൊരു ദോഷവും ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ കറിവേപ്പ് നല്ലതായിട്ട് കിളുത്ത് വരികയും ചെയ്യും. നല്ല ഐശ്വര്യമാണ് വീടിന്. പിന്നെ നമുക്ക് ഏറ്റവും നല്ല ഐശ്വര്യമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ തെക്ക് പടിഞ്ഞാറ് കോണുണ്ടല്ലോ, അവിടെ നമ്മൾ കറിവേപ്പ് നട്ടു വെച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ് വീടിന്. അത് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനും അങ്ങനെ ആയിരുന്നു. ഇവിടെ ആദ്യം നട്ടത് ഞാൻ തെക്ക് പടിഞ്ഞാറ് സൈഡിലായിട്ടായിരുന്നു കറിവേപ്പ് നട്ടത്. ആ കറിവേപ്പ് ഒന്ന് മുരടിച്ചൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിൻ്റേതായ ഒരു വീട്ടിൽ അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് വരും. അത് നല്ലപോലെ ആർത്ത് കിളുത്തങ്ങോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് അതിനതിന് ഉയർച്ച വരികയും ചെയ്യും. അത് സത്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ കറിവേപ്പ് നമ്മൾ നട്ടത് കഴിഞ്ഞാൽ കറിവേപ്പ് പൂക്കാൻ അനുവദിക്കില്ലെന്നുള്ളത് അത് ഭയങ്കര ദോഷമാണ് നമ്മുടെ വീടിന്. ഭയങ്കര ദോഷമെന്ന് പറഞ്ഞാൽ കറിവേപ്പ് പൂക്കുന്നത്. കരിവേപ്പ് നമ്മൾ ഈ ഒടിച്ചെടുക്കണമെന്നുള്ളതാണ്. പണ്ടുള്ളവർ തൊട്ടേ അത് പറയാറുണ്ട്. ചിലർ കാണിക്കുന്ന പരിപാടി ഈ കറിവേപ്പ് അങ്ങോട്ട് വന്നപ്പോൾ അതേ പോയി ഇങ്ങനെ ഇല ഓരോ തണ്ട് വീതം ഇങ്ങനെ അടത്തിയെടുക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും എടുക്കരുത്. നമ്മൾ കറിവേപ്പിൻ്റെ മണ്ട ഒടിച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അന്നേരം അത്രയും ആവശ്യമില്ലെങ്കിലും ഒരു ഗ്ലാസ്സിൽ നമുക്ക് വെള്ളത്തിയിട്ടത് വെച്ചാലും മതി, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് അത് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അന്നേരത്തേക്ക് നമ്മൾ ഓരോ ഇതിളവ് ഇത് എടുക്കാതിരിക്കുക. എപ്പോഴും കറിവേപ്പ് എടുക്കുമ്പം ഒടിച്ചെടുക്കണം. അത് വീണ്ടും പൊട്ടിക്കിളുത്ത് വരണമെന്നാണ് പറയുന്നത്. സൈഡിൽ കൂടെ എല്ലാം പൊട്ടിക്കിളർത്ത് അങ്ങനെ ഒടിച്ചെടുക്കുമ്പോഴാണ് അങ്ങനെ പൊട്ടിക്കിളർത്ത് നല്ലതായിട്ട് വരുന്നത്. അങ്ങനെ ഒടിച്ചൊടിച്ച് വിടാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒടിക്കാതെ കറിവേപ്പ് ഇങ്ങനെ കയറി പോകുമ്പോഴാണ് കറിവേപ്പ് പൂത്ത് അത് കായ കൊണ്ടത് അങ്ങനെ ഉണ്ടാകല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ മുറ്റത്ത് നടുന്ന കറിവേപ്പിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മുടെ മുറ്റത്ത് നമ്മൾ നട്ടുവെക്കുന്നതിൻ്റെ. പിന്നെ കറിവേപ്പ് നമ്മൾ ഈ ഒടിച്ചെടുക്കുന്ന കാര്യമാണ് ഒന്ന് പറയും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കറിവേപ്പോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നടാൻ പാടില്ലാത്ത ഒരുപാട് ഇതുണ്ട്. നമ്മളിപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഇനിയിപ്പോൾ നമ്മൾ നട്ടേക്കോ നമുക്ക് വേറെ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു കട്ടിങ് പോലെ അവിടെ ഒന്ന് കെട്ടി മാറ്റാം. നമ്മുടെ ആ വീടുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ അതാക്കി നിർത്തുവാണെങ്കിൽ അതിന് നമുക്ക് ദോഷമില്ല. പിന്നെ പറമ്പുണ്ടെങ്കിൽ ഈ കറിവേപ്പോ എന്നതോ നമ്മുടെ പറമ്പിൽ നട്ടാൽ നമുക്ക് യാതൊരു ദോഷവും ഇല്ല, യാതൊരു പ്രശ്നവും ഇല്ല. പറമ്പിൽ നമ്മൾ നമ്മുടെ വീടുമായിട്ട് വീടും രണ്ടും
ഇതായിട്ട് തിരിച്ചിട്ടേക്കുന്നിടത്ത്, അല്ല ഒറ്റ ഇതായിട്ട് പറമ്പും വീടും കൂടെ കിടക്കുന്നിടത്ത് നടന്നാലല്ല പറഞ്ഞാൽ വീടിന് മാത്രമായിട്ട് മിക്കയിടത്തും ഇപ്പോൾ എല്ലാവരും എങ്ങനെ ചെയ്യാറുണ്ട്, ചുറ്റിനും ഒന്ന് കെട്ടിത്തിരിക്കാറുണ്ട്. അതിനപ്പുറത്തോട്ട് നിങ്ങൾ കറിവേപ്പല്ല എന്നാ സംഭവം എന്നിട്ട് നമ്മുടെ വീടിനെ ബാധിക്കുന്ന കാര്യമേ ഇല്ല. യാതൊരു ദോഷവും വരുന്നില്ല. ഒരു കിണർ കുഴിച്ചാലോ എന്നെ കുഴിച്ചാലും നമ്മുടെ വീടുമായിട്ട് യാതൊരു പ്രശ്നവും വരുന്നില്ല നമ്മുടെ പറമ്പിൽ നട്ടാൽ. പിന്നെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആർത്തവ സമയത്ത് പോയി കറിവേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴുള്ളവർ വിശ്വസിക്കത്തില്ല. ഇപ്പോഴുള്ളവർ ആ സമയത്ത് തന്നെ പോയി പറിച്ച് ചെറിയ അതിനൊരു കുഴപ്പമില്ല അതായതെന്നൊക്കെ പറയാറുണ്ട്. കറിവേപ്പ് അതുപോലെ നിൽപ്പുണ്ട്. പക്ഷേ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് വേണ്ടി പറയായിരിക്കും ആർത്തി കിളുത്ത് നിൽപ്പുണ്ടെന്നൊക്കെ. പക്ഷേ ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഡേറ്റ് ആയിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കുളിക്കാതെ എടുക്കാതെ നടക്കുന്നവരും കൂടെ ആണെങ്കിൽ അതേ തൊട്ട് കഴിഞ്ഞാൽ അത് ചൂടെ കരിഞ്ഞു പോത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ കറിവേപ്പ് മൊത്തം ഒരുമാതിരി മുരടിച്ച് അത് മൊത്തം പുഴു പിടിച്ച മാതിരി നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിൽ അത് നശിച്ചു പോത്തേ ഉള്ളൂ. ആ ദോഷം നമ്മുടെ വീടിന് തന്നെയാണ് ഏൽക്കുന്നത്. നമ്മൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ തൊടാതിരിക്കുക. അങ്ങനെ പച്ചക്കറി തൈകളിലൊക്കെ കഴിവ് നമ്മൾ തൊടാതിരിക്കുക. ആ ഒരു 4 ദിവസത്തെ കാര്യമല്ലോ, അതങ്ങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ നോക്കുക. അങ്ങനെ പണ്ടുള്ളവർ തൊട്ടത് പറയുന്നതാണ്, അങ്ങനെയുള്ള സമയത്തൊന്നും ഇത് തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം പിന്നെ കറിവേപ്പ് നമുക്ക് നടാൻ പറ്റിയ ദിവസമെന്ന് പറയുന്നത് തിങ്കളാഴ്ച നല്ല ദിവസമാണ്, ബുധനാഴ്ച നല്ല ദിവസമാണ്, ശനിയാഴ്ചയും നല്ലതാണ്. ഏറ്റവും നല്ലത് ശനിയാഴ്ച നടുന്നതാണ് നല്ലത്. അപ്പോൾ ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും നമുക്ക് നടാം. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ ദിവസവും നോക്കിയിട്ടല്ല നട്ടതെന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾ നല്ല ദിവസം നട്ടതുകൊണ്ടായിരിക്കാം നല്ലതായിട്ട് അത് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ തർക്കിക്കാൻ വേണ്ടി നമുക്ക് എന്നാ വേണമെങ്കിലും പറയാം ഒരാളൊരു കാര്യം പറയുമ്പോഴത്തേക്ക്. അല്ലാതെ അത് നിങ്ങൾ ആ നട്ട സമയം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കത്തില്ലായിരിക്കാം. അത് നല്ല ദിവസമായിരിക്കും ചിലപ്പോൾ നട്ടത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കറിവേപ്പ് നടുന്നത് നല്ല ഐശ്വര്യമാണ് വീടിന് കിട്ടുന്നത്. കറിവേപ്പ് നല്ലപോലെ വളർന്നു വരികയും ചെയ്യും, എല്ലാം ചെയ്യും. ഞാൻ പിന്നെ ഇതിപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും തെക്ക് വശത്തോ കിഴക്ക് വശത്തോ ഒക്കെ കറിവേപ്പ് നല്ലതായിട്ടൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളത് വെട്ടിക്കളയാനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ആ വീടുമായിട്ട് അതിന് എന്തെങ്കിലും ഒരു വാസ്തുവിൻ്റെ ഇത് വെച്ച് നോക്കുമ്പം അത് ഗുണകരമായിട്ടായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കത് ദോഷമില്ലാതെ നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലത് വെട്ടിക്കളയാൻ ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് അതുപോലെ അല്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയാൻ പറയത്തില്ല, ഒരു മരങ്ങളും വെട്ടിക്കളയാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതോടെ തന്നെ നിന്നോട്ടെ. പിന്നെ എന്ന് വെച്ചാൽ ഇനി നടുന്നവർക്ക് ഇത് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. കറിവേപ്പിൻ്റെ കാര്യത്തിൽ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളത് ശരിയായ രീതിക്ക് ചെയ്തില്ലെങ്കിൽ ഗുണത്തേക്കാൾ ഏറെ നമുക്ക് ദോഷങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മൾ അന്നേരം അത് മനസ്സിലാകത്തില്ല. ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ശരിക്കും പ്രശ്നങ്ങളിൽ പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് എൻ്റെ അനുഭവം കൂടെ ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ കറിവേപ്പ് വെച്ചെന്നും പറഞ്ഞ് നിങ്ങൾ വീട് എല്ലാവരുടെയും അവസ്ഥയല്ല ഞാൻ പറഞ്ഞത്, ചിലരുടെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഞങ്ങളുടെ വീട് വിറ്റിട്ടില്ല, ഇപ്പോഴും ഞങ്ങളുടെ വീട് അവിടെ തന്നെയുണ്ട്. അത് വാടകയ്ക്ക് തന്നെ ഞങ്ങൾ കൊടുത്തേക്കുവാണ്. അവിടെ താമസക്കാരുമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ചിലർക്ക് സമയം മോശമാണെങ്കിലാണ് അവർക്ക് ഇതും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നെഗറ്റീവ് കൂടുതലായിട്ട് നമുക്ക് നെഗറ്റീവ് വന്ന് വീണ്ടും നമ്മളത് നെഗറ്റീവിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ നല്ല ഗുണങ്ങളായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ നമുക്ക് കുറേയൊക്കെ അറിയാമല്ലോ. നമ്മുടെ വീട്ടിൽ നമുക്ക് മോശം അവസ്ഥയാണോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളിത് പറമ്പിൽ നട്ടാൽ ഈ വക യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കറിവേപ്പ് അവിടെ തന്നെ കിളിർത്ത് നല്ല രീതിക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല രീതിക്ക് നിൽക്കും. പിന്നെ കറിവേപ്പ് ഇല്ലാത്ത ഒരു വീട് പോലും കാണത്തില്ല. കറിവേപ്പ് എല്ലാവർക്കും കരിയാപ്പില ഇഷ്ടമാണ്, കറിക്കിടാനും എല്ലാമായിട്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാരുണ്ടെങ്കിൽ എവിടെയെങ്കിലും, എൻ്റെ സ്വഭാവം ഞാൻ പറയട്ടോ, എൻ്റെ വീട്ടിൽ കറിവേപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, എവിടെയെങ്കിലും ചെന്നൊരു തൈ കാണമെങ്കിൽ എനിക്ക് അതിൽ നിന്നൊരു തൈ വേണമെന്ന് തോന്നും. കൊണ്ട് നട്ടാലും നിർക്കും. നല്ല തൈകളൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കത് കൊണ്ടുവരണമെന്ന് തോന്നും. പിന്നെ ഇതൊക്കെ നടുന്നത് ചില മണ്ണിൽ അത് പിടിക്കുകയില്ല, ചില മണ്ണിൽ ഇതിൽ നമ്മുടെ ആ വീടിന് അതൊക്കെ വളരേണ്ടതിന് ഓരോ ഇതുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലരൊക്കെ പറയല്ലേ, കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു ഇച്ചിരി പോലും അത് പൊങ്ങി വന്നിട്ടില്ല എന്ന് പറയും. കാര്യം അതിൻ്റെ തലയെടുപ്പ് അങ്ങോട്ട് വരത്തില്ല. അതങ്ങ് അതുപോലെ തന്നെ അങ്ങ് നട്ട പോലെ നിൽക്കാറുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കാറുണ്ട്. അത് നിങ്ങൾ അത് നട്ടേക്കുന്ന ദിവസത്തിൻ്റെ ആയിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ നിങ്ങൾ നട്ടേക്കുന്ന സ്ഥലത്തിൻ്റെ ആയിരിക്കാം ചിലപ്പം. അങ്ങനെ ഇതിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങളൊന്ന് ഇനിയും നടുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് നട്ടു നോക്കുക. ഇതുകൊണ്ടൊക്കെയുള്ള ദോഷങ്ങളൊന്നും മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.